തൃശൂർ മറ്റത്തൂർ പഞ്ചായത്തിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ വാർത്തയുടെ വിശദാംശത്തിലേക്ക് പോവുകയാണ്. അവിടെ പഞ്ചായത്തിൽ കോൺഗ്രസ് വിമത വിജയിച്ചിരിക്കുന്നു. കോൺഗ്രസിന്റെ വിമത സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ടെസി ജോസ് കല്ലറയ്ക്കൽ വിജയിച്ചു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ചൊവ്വന്നൂർ പഞ്ചായത്തിൽ SDPI പിന്തുണയോടെ UDF വിജയം കണ്ടിരിക്കുന്നു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച UDF സ്ഥാനാർത്ഥി നിതീഷ് AM 7 വോട്ടുകൾ നേടി. സൂരജ് സജീവ് വിവരങ്ങളുമായി. സൂരജ്, നേരത്തെ നമ്മൾ കൂട്ടരാജിയുടെ വാർത്തയാണ് കൊടുത്തത്. തൊട്ടു പിന്നാലെ BJP നീക്കം നടത്തിയിരിക്കുന്നു. അപ്പോൾ അതൊരു സഖ്യമായി ചേർന്നുകൊണ്ട് ഭരണത്തിലേക്ക് എത്തി എന്നതാണോ? അനുജ, തീർച്ചയായും BJP കോൺഗ്രസ് അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ഒരു വിമത സ്ഥാനാർത്ഥിയെ കൂടി കൂട്ടിക്കൊണ്ടുള്ള ഒരു സഖ്യം അത് മറ്റത്തൂർ പഞ്ചായത്തിൽ അധികാരം പിടിച്ചിരിക്കുന്നു എന്ന സുപ്രധാന വാർത്തയാണ് പുറത്തു വരുന്നത്. ഒരു തരത്തിലും കേട്ടുകേൾവി പോലുമില്ലാത്ത നാടകീയ സംഭവങ്ങളാണ് ഈ വോട്ടെടുപ്പിന് മണിക്കൂറുകൾക്ക് മുമ്പ് മറ്റത്തൂർ പഞ്ചായത്തിൽ അരങ്ങേറിയത്. കോൺഗ്രസിന്റെ 8 അംഗങ്ങൾ ഈ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചതായി കാണിച്ചുകൊണ്ട് DCC അധ്യക്ഷന് ഒരു കത്ത് നൽകുന്നു. അതിനുശേഷമാണ് BJPയുമായി ഇവർ ഒരു സഖ്യത്തിലേക്ക് പോകുന്നു എന്നുള്ളത് മാത്രമല്ല, കോൺഗ്രസിന്റെ വിമതയായി മത്സരിച്ച മറ്റത്തൂർ 4-ാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിമത സ്ഥാനാർത്ഥിയായി മത്സരിച്ച ടെസി ജോസ് കല്ലറയ്ക്കലിനെ അവരുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ അവതരിപ്പിച്ചു. അവർക്ക് ഈ 8 കോൺഗ്രസ് അംഗങ്ങളുടെ പിന്തുണ ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ 4 BJP അംഗങ്ങളുടെ പിന്തുണ ലഭിക്കുന്നു. 8 പേർ രാജിവെച്ചത് എന്തിനായിരുന്നു? വിമതരെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുന്നതിനുള്ള പ്രതിഷേധമായിരുന്നില്ലേ? ഇപ്പോൾ അവരെ പിന്തുണയ്ക്കുകയാണോ കോൺഗ്രസ് പ്രവർത്തകർ ആയിരുന്നവർ? അനുജ, അത് ഒരിക്കലും ഈ വിമതരെ തിരിച്ചെടുത്തതിന്റെ അതൃപ്തിയോ ഒന്നും തന്നെയല്ല. പകരം BJPയുമായി ഒരു സഖ്യത്തിലേക്ക് നേരിട്ട് പോയാൽ സ്വാഭാവികമായി ഇത് കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാകും. കോൺഗ്രസ് BJP സഖ്യം എന്ന തരത്തിൽ സ്വാഭാവികമായും കോൺഗ്രസിന് വലിയ ഡാമേജ് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് അവർ ഈ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നതായി കാണിച്ചുകൊണ്ടൊരു കത്ത് നൽകുന്നത്. അക്ഷരാർത്ഥത്തിൽ ഒരു കോൺഗ്രസ് BJP സഖ്യം എന്ന് പറയാം. പക്ഷേ അത്തരത്തിൽ പറയാതിരിക്കുന്നതിന് വേണ്ടി ഇവർ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നു. രാജിവെച്ചതിന് ശേഷം BJPയുമായി ഒരു അലയൻസിലേക്ക് പോവുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ഇതിൽ ഒരു കോൺഗ്രസ് സംഘത്തിന്റെ വോട്ട് അസാധുവാവുകയും ചെയ്തു. അങ്ങനെ 13 അംഗങ്ങൾ ആദ്യഘട്ടത്തിൽ ഇവർക്കുണ്ടായിരുന്നെങ്കിൽ 12 അംഗങ്ങളുടെ വോട്ടാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൽ ഒരാളുടെ വോട്ട് അസാധുവായി. അത് ഈ വോട്ട് ചെയ്യുന്ന സമയത്ത് ഈ സ്ലിപ്പിൽ ആ അംഗങ്ങൾ അവരുടെ പേര് രേഖപ്പെടുത്തണമെന്നതാണ് ചട്ടം. ആ പേര് രേഖപ്പെടുത്താത്തതിനെ തുടർന്നാണ് ഒരംഗത്തിന്റെ വോട്ട് അസാധുവായത്. 12 വോട്ടുകൾ ഈ BJP, UDF അതോടൊപ്പം തന്നെ വിമത ഉൾപ്പെടുന്ന സഖ്യത്തിന് ലഭിച്ചു. 11 വോട്ടുകളാണ് LDFന് ലഭിച്ചത്. അങ്ങനെ അട്ടിമറിയിലൂടെ മറ്റത്തൂർ പഞ്ചായത്ത് BJP കോൺഗ്രസ് സഖ്യം വിജയിച്ചിരിക്കുകയാണ്. എന്തായാലും ടെസി ജോസ് കല്ലറയ്ക്കലാണ് ഇവിടെ ജയം നേടിയിരിക്കുന്ന അനുജ. അതാണ്. ഒപ്പം തന്നെ ചൊവ്വന്നൂരിൽ SDPI പിന്തുണയോടെ UDF വിജയിച്ചു എന്ന വാർത്ത വരുന്നുണ്ടല്ലോ. നിതീഷ് AM 7 വോട്ട് UDF സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ചിലയിടങ്ങളിൽ SDPIയുടെ പിന്തുണ വേണ്ട എന്ന് കോൺഗ്രസ് പറയുന്നു, മറ്റ് ചിലയിടങ്ങളിൽ സ്വീകരിക്കുന്നു എന്നതാണോ? ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കോട്ടങ്ങലിൽ നിന്ന് വരുന്ന വാർത്ത അവിടെ SDPI പിന്തുണ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് KV ശ്രീദേവി രാജിവെച്ചിരിക്കുന്നു പ്രസിഡന്റ് സ്ഥാനം എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന ചൊവ്വന്നൂരിൽ എന്താണ് സംഭവിച്ചത്, സൂരജ്? അനുജ, ചൊവ്വന്നൂരിൽ SDPI പിന്തുണയോടുകൂടി കോൺഗ്രസ് അധികാരം പിടിച്ചെടുത്തിരിക്കുന്നു. UDF അധികാരം പിടിച്ചെടുത്തിരിക്കുന്നു. UDFന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ടുള്ള AM നിതീഷാണ് അവിടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നത് മാത്രമല്ല, നിതീഷ് SDPI പിന്തുണയോടുകൂടി ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷം നമുക്ക് ലഭിക്കുന്ന വിവരം. നിലവിൽ UDFന് 5 സീറ്റും LDFന് 6 സീറ്റും SDPIക്ക് 2 സീറ്റും BJPക്ക് 1 സീറ്റും മാത്രമാണ് ചൊവ്വന്നൂർ പഞ്ചായത്തിൽ ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും LDFന് 6 സീറ്റുള്ളത് കൊണ്ട് തന്നെ 5 സീറ്റുള്ള UDFനെ പരാജയപ്പെടുത്തി LDFന് അധികാരത്തിലെത്താൻ കഴിയുമായിരുന്നു. പക്ഷേ അവിടെ SDPയുടെ പിന്തുണ നേടിക്കൊണ്ട് 5 സീറ്റുള്ള UDF അവരുടെ വോട്ട് നില 7ലേക്ക് ഉയർത്തുന്നു. അങ്ങനെയാണ് LDFനെ അട്ടിമറിച്ചുകൊണ്ട് SDPI പിന്തുണയോടുകൂടി ചൊവ്വന്നൂരിൽ ഈ അധികാരം പിടിച്ചിരിക്കുന്ന BJP പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താതെ വിട്ടുനിൽക്കുകയും ചെയ്തു. SDPയുടെ അംഗങ്ങളായിട്ടുള്ള ഷാമില കബീർ അതോടൊപ്പം തന്നെ ഷഹീദ് എന്നിവർ UDFന് വോട്ട് ചെയ്തു. ഇതോടുകൂടിയാണ് UDF അധികാരത്തിലെത്തിയത്. 25 വർഷത്തോളമായി LDF ഭരിക്കുന്ന പഞ്ചായത്തായിരുന്നു അത്. SDPI പിന്തുണയോടുകൂടി 25 വർഷത്തിനിപ്പുറം LDFന്റെ ഭരണം അട്ടിമറിച്ചുകൊണ്ട് UDF ചൊവ്വന്നൂരിലും അധികാരം പിടിച്ചിരിക്കുന്നു. നേരത്തെ അനുജ് സൂചിപ്പിച്ച പോലെ ചിലയിടങ്ങളിൽ ഈ SDPയുടെ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ രാജിവെക്കുന്ന അടക്കമുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇവിടെ സ്ഥിതി വ്യത്യസ്തമാണ്. സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് UDFന്റെ അംഗം AM നിതീഷ് പ്രസിഡന്റായി ചുമതലയേറ്റിരിക്കുന്നു. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.